ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസ് തന്നെ അത്യാവശ്യം നല്ല നിറം വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ഒരുപാട് ഫേസ് പാക്ക് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫേസ് പാക്ക് മാത്രമല്ല, സെറ ഇട്ടിട്ടുണ്ട്, ക്രീം ഇട്ടിട്ടുണ്ട്, അപ്പോൾ ബാത്തിങ് പൗഡേഴ്സ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല കമൻസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അതിൽ. അതുപോലെ തന്നെ ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല കേട്ടോ. ഓയിലി സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, നോർമൽ സ്കിന്ന്, അങ്ങനെ പലതരത്തിലുള്ള സ്കിൻ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സൂട്ടാകുന്ന രീതിക്ക് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്ന ഏത് ഫേസ് പാക്കാണോ, ഏത് ക്രീമാണോ, ഏത് സെറാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിത് ഒരുപാട് ഇടുന്നതിൽ ചേച്ചി ഏതാണ് യൂസ് ചെയ്യാറ്, ഇതിൽ ഇപ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷനാണ് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്കിൻ ടൈപ്പിനും ഓരോന്നാണ് സൂട്ടാവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളതും അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ യൂസ് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്നുള്ള പാർട്ടികളിലും എന്തെങ്കിലും ഗസ്റ്റെല്ലാം വരുന്ന നേരം നമ്മളെ മുഖം ഒന്ന് ഫ്രഷ് ആക്കി എടുക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈവ് റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ള നിറത്തിനേക്കാളും 2 ഷെയ്ഡെല്ലാം കൂട്ടിയെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ തക്കാളീൻ്റെ അരമുറി മാത്രം മതി. ഇനി നിങ്ങൾക്ക് തക്കാളി എടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടാറ്റോ എടുക്കാം കേട്ടോ. തക്കാളി ആയാലും പൊട്ടാറ്റോ ആയാലും നല്ലത് തന്നെയാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സ്യൂട്ടബിളാണ്. ഓയിലി സ്കിന്നുകാർക്കെല്ലാം നല്ലതാണ് തക്കാളി. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് പിന്നെ എല്ലാം അവരുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആക്കുന്നത് കൊണ്ട് പിന്നെ അവർ മോയ്സ്ചറൈസിങ് ക്രീം എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഈ ഡ്രൈ സ്കിന്നുകാർ എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഡ്രൈ സ്കിന്നുകാർ എന്നല്ല, എല്ലാ സ്കിൻ ടൈപ്പുകാരും എന്ത് പാക്ക് ഇട്ടാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ അരമുറി തക്കാളി നന്നായിട്ട് ഈ ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തോലും കൂടി നമ്മൾ അടിച്ചെടുക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ നീര് മാത്രം ഇങ്ങനെ പിന്നെ ചെറുകിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നീര് മാത്രം കിട്ടും. കണ്ടോ, അതിൻ്റെ തോല് സെപ്പറേറ്റ് കിട്ടിയത് കണ്ടോ എനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ഇങ്ങനെ നിർബന്ധമൊന്നുമില്ല, മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തക്കാളി നല്ലോണം സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു നീര് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തക്കാളി അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പൊട്ടാറ്റോൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് എടുക്കുക. ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് പിഴിഞ്ഞാൽ അതിൻ്റെ നീര് കിട്ടുമല്ലോ, പൊട്ടാറ്റോൻ്റെ നീര്, അതെടുത്താലും മതി. അപ്പോൾ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കംപ്ലീറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിനൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് കട്ടിക്കാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മെയിനായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി 1 ടീസ്പൂണോളം കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂണോളം കടലപ്പൊടി, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളിൻ്റെ അടുത്ത് പിന്നെ നമ്മുടെ തക്കാളീൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. തക്കാളീൻ്റെ പേസ്റ്റ് അല്ലെങ്കിൽ പൊട്ടാറ്റോ ജ്യൂസ് എടുക്കാം. ഇതിലേക്ക് ഞാൻ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പാല് പച്ചപ്പാലാണ്, തിളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാല് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പാക്ക് നല്ല കട്ടിക്കുള്ളതെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കുക. വെറും 3 സാധനങ്ങൾ കൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങളൊരു മാസമെല്ലാം കണ്ടിന്യൂ ചെയ്താൽ ഉറപ്പായിട്ട് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഞാനിതെൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫേസ് നമ്മൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ്, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യം തന്നെയാണിത്. നമ്മൾ 2 മിനിറ്റ് നമ്മളെ മുഖത്തൊന്ന് സോഫ്റ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കണം. ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് ബെസ്റ്റ് റിസൾട്ടിന് ഇടയാക്കുക. നമ്മൾ ജസ്റ്റ് വെറുതെ വാരി തേച്ച് പോയിട്ട് കഴുകി കളഞ്ഞത് കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. നമുക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പറയുന്നത് പോലെ ചെയ്യാനാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യത്തിനും റിസൾട്ട് കിട്ടൂ. അപ്പോൾ ഞാനിതൊരു 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടങ്ങ് ഉണങ്ങി പോകുകയൊന്നും ചെയ്യേണ്ട, എന്നാലും നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം.
അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തിട്ടില്ല. ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ആയതിനു ശേഷം നമുക്കിതൊരു സാധാരണ പൈപ്പ് വാട്ടറിൽ കഴുകിക്കഴിഞ്ഞാൽ മാത്രം മതി. ആ ഒരു സമയം തന്നെ അതിൽ വരുന്ന ആ ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഉള്ള നിറത്തിനേക്കാളും ഒരു 2 ഷെയ്ഡെങ്കിലും നിറം നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എല്ലാവർക്കും 2 ഷെയ്ഡ് നിറം വെക്കുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഓരോരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് അത് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ 1 ഷെയ്ഡായിരിക്കും, ചിലപ്പോൾ 3-4 ഷെയ്ഡ് നിങ്ങൾക്ക് നിറം കിട്ടാനും സഹായിക്കും. അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഓരോരോ സ്കിൻ ടൈപ്പിന് എത്രത്തോളം സൂട്ടാവുന്നോ അത്ര അനുസരിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെത് ഇവിടെ ഒരു 2 ഷെയ്ഡോളം നിറം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഒരു ഗസ്റ്റ് എല്ലാം കയറി വരുന്നുണ്ടെങ്കിൽ, മുഖം ആകെ ഒരു ഡള്ളായിട്ടുള്ളതാണെങ്കിൽ ഓൺ ദ സ്പോട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഈ ഒരു പാക്ക്, ഈ ഒരു സാധനങ്ങളും എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കടലപ്പൊടി എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ, കടലപ്പൊടി കടലമാവ് രണ്ടും പറയും കേട്ടോ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗ്ലോ എൻ്റെ ഉപയോഗിച്ച കൈക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. നല്ലൊരു പിങ്കിഷ് ഗ്ലോ ആണ് ഉള്ളത്, ഒരു പിങ്കിഷ് കളറാണ് ഉള്ളത്. ഏതായാലും നല്ലൊരു റിസൾട്ടാണ്, നല്ല റിസൾട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ സ്കിന്നുകാർ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.